ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളെ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമുമായാണ് നാനാ പട്ടോളെ താരതമ്യം ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ട് യുദ്ധമെന്ന് പറഞ്ഞ് രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെ അപമാനിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പാത പിന്തുടരുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ തന്നെ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അവമതിപ്പും ആക്ഷേപവുമാണ്. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോളാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ചത്. കമ്പ്യൂട്ടർ റൂമിലിരുന്ന് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് നാനാ പട്ടോളിന്റെ പരിഹാസം. पाकिस्तान को बताया गया कि हम कौन से जगह में टारगेट कर रहे हैं, वहां से आपके लोगों को हटा दो. तो इसका मतलब है कि कंप्यूटर में जो छोटे बच्चे गेम खेलते हैं वो गेम खेला गया. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പരിഹാസത്തിന് തുടക്കമിട്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ആയിരുന്നു. തട്ടിക്കൂട്ട് യുദ്ധമെന്ന് മല്ലികാർജുന ഖാർഗെ ആക്ഷേപിച്ചപ്പോൾ ജമ്മു കാശ്മീർ MLA-യും കോൺഗ്രസ് സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ മുതിർന്ന നേതാവ് ഗുലാം അഹമ്മദ് മിർ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ നിസ്സാരമെന്നാണ്. പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഭാരത സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് കേൾത്താൻ കർണാടക കോൺഗ്രസ് MLA കോദൂർജി മഞ്ജുനാഥും തുനിഞ്ഞിരുന്നു. അതേസമയം നാനാ പട്ടോളിന്റെ രാജ്യവിരുദ്ധ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സഖ്യകക്ഷിയായ NCP പോലും നാനാ പട്ടോളിനെ തള്ളിപ്പറഞ്ഞു. ദേശീയ താൽപര്യമാകണം മുന്നിൽ നിൽക്കേണ്ടതെന്നും രാജ്യത്തെ ഇകഴ്ത്താൻ ശ്രമിക്കരുതെന്നും NCP നേതാവ് രോഹിത് പവാർ പറഞ്ഞു. इंडिया दूसरे देश के सामने या दूसरे देश के प्रमुख नेता के सामने झुक गया है. ये सिटीजन होने के नाते ये स्टेटमेंट ट्रम्प का जो था वो हमको अच्छा नहीं लगा. നാനാ പട്ടോളിന്റെ പരാമർശത്തിനെതിരെ BJPയും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. രാജ്യത്തെ 140 കോടി ജനങ്ങളെ ഇകഴ്ത്തുക മാത്രമല്ല സൈനിക വിഭാഗത്തെ ആകെ അപഹസിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന്റേതെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണം ഞെട്ടിക്കുന്നതെന്ന് BJP നേതാവ് അമിത് മാളവിയ. യൂനുസ് സർക്കാരിന്റെ കീഴിൽ ജനക്കൂട്ടം സിരാജ്ഗഞ്ചിലെ ടാഗോറിന്റെ ചരിത്രപ്രസിദ്ധമായ വസതി നശിപ്പിച്ചു. ടാഗോറിന് നേരെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വസതി തല്ലിത്തകർക്കുകയും ചെയ്തു. ഇത് ബംഗ്ലാദേശിന്റെ സാംസ്കാരിക പൈതൃകത്തോടുള്ള നിന്ദയും ആക്രമണവുമാണെന്ന് അമിത് മാളവിയ എക്സിൽ കുറിച്ചു. അതേസമയം സമാനമായ സാഹചര്യമാണ് മമതാ ബാനർജിയുടെ കീഴിൽ ബംഗാളിൽ നടക്കുന്നതെന്നും അമിത് മാളവിയ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വസതിക്ക് നേരെ ആൾക്കൂട്ട ആക്രമണമുണ്ടായത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചാണ് BJP നേതാവ് അമിത് മാളവിയ യൂനുസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ടാഗോറിന്റെ വസതിക്കു നേരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണം വളരെ ഞെട്ടിക്കുന്നതാണെന്നും സാംസ്കാരിക പൈതൃകത്തോടുള്ള തുറന്ന ആക്രമണമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ടാഗോർ ലോകത്തിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ടാഗോറിന്റെ വസതിക്കു നേരെ ഇരച്ചെത്തിയ ആൾക്കൂട്ടം അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ടാഗോറിന്റെ വസതി തല്ലി തകർത്തു. ബംഗ്ലാദേശിൽ ടാഗോറും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും സുരക്ഷിതമല്ലെന്നും അമിത് മാളവിയ എക്സിൽ കുറിച്ചു. ഇന്നലെ മ്യൂസിയം പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് ജീവനക്കാരും സന്ദർശകനും തമ്മിലുണ്ടായ തർക്കമാണ് പ്രാദേശിക സംഘർഷത്തിന് വഴിവെച്ചത്. ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യമാണ് മമതാ സർക്കാരിന്റെ കീഴിൽ ബംഗാളിലും നടക്കുന്നത്. ക്ഷേത്രങ്ങൾക്കു നേരെയും ഹിന്ദുക്കൾക്കു നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പാരമ്പര്യവും സംസ്കാരവും വിശ്വാസങ്ങളും അടിച്ചമർത്തപ്പെടുകയാണെന്നും അമിത് മാളവിയ വിമർശിച്ചു. നാഷണൽ ഡെസ്ക്, ജനം.